ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, നാളെ അന്താരാഷ്ട്ര വനിതാ ദിനം. ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. സ്ത്രീ ശാക്തീകരണം കൃഷിയിലൂടെ എന്നതാണ് ചർച്ചാ വിഷയം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ആഷ എസ്, ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഇടുക്കി ശ്രീമതി സൈജ ജോസ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി ബേബി, നെടുങ്കണ്ടം വലിയ തോവാളയിലെ കർഷകയും സംരംഭകയുമായ ശ്രീമതി മഞ്ജു മാത്യു, നെടുങ്കണ്ടം പഞ്ചായത്തിലെ കർഷക ശ്രീമതി ജെസി കുര്യൻ എന്നിവർ. ചർച്ച നയിക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി ബേബി. സ്നേഹമുള്ള ആകാശവാണി ശ്രോതാക്കളെ, മാർച്ച് 8 വനിതാ ദിനത്തോട് അനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന വനിതകളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. എൻ്റെ പേര് ഷാൻഡി ബേബി, അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഇതിനു മുൻപും 2 തവണ ഞാൻ ജനപ്രതിനിധിയായി ജയിച്ചിട്ടുണ്ട്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ കൃഷി കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അവർ സ്വയമായി പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ പേര് മഞ്ജു മാത്യു. നെടുങ്കണ്ടം ബ്ലോക്കിലെ വലിതോവാൾ എന്ന പ്രദേശത്താണ് എൻ്റെ സ്വദേശം. ഞാനൊരു വനിതാ കർഷകയും സംരംഭകയും കൂടെയാണ്. ഇന്ന് ഈ വനിതാ ദിനത്തിൽ ബഹുമാന്യരായ വനിതാക്കളോട് ഒന്നിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. എൻ്റെ പേര് ജെസി കുര്യൻ. നെടുങ്കണ്ടം പഞ്ചായത്തിലാണ് താമസം. ഞാൻ നെടുങ്കണ്ടം ബ്ലോക്ക് ഫെഡറേറ്റർ മാർക്കറ്റിൻ്റെ പ്രസിഡന്റ് ആണ്. കൂടാതെ ഞാൻ 20 വർഷമായി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷക കൂടിയാണ്. എൻ്റെ പേര് ആശ. ഞാൻ കൃഷി വകുപ്പിൽ ഇടുക്കി ജില്ലയുടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ജോലി ചെയ്തു വരുന്നു. എൻ്റെ പേര് സൈജ. ഞാൻ ഇടുക്കി ജില്ലയിലെ കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന ആത്മ പ്രൊജക്ട് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ രത്നങ്ങളാണ് നമ്മളോടുകൂടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? കൃഷി എന്നത് സ്ത്രീയോ പുരുഷനോ എന്നില്ല, മനുഷ്യനുമായ അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ്. പുരുഷനോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ സ്ത്രീകളും നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇടക്കാലം കൊണ്ട് സ്ത്രീകൾ കുറച്ച് കാർഷിക മേഖലയിൽ നിന്ന് പുറകോട്ട് പോവുകയും കുടുംബിനികൾ മാത്രമായി ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് സ്ത്രീകൾ കാർഷിക മേഖലയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിൽ അവർ മുഴുകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവരോടൊപ്പം കൃഷി വകുപ്പ് ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വനിതാ കർഷകർക്ക് വരുന്ന പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നതിന് വകുപ്പിന് സാധിക്കുന്നുണ്ട്. വനിതാ കർഷകർ കുറെ കൂടെ ആക്റ്റീവായിട്ട് പഴയ കാലത്ത് നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് മാഡം പറഞ്ഞത്. ഇത് കൃഷി വകുപ്പുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഏത് രീതിയിലാണ് വനിതാ കർഷകർ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് മാഡത്തിൻ്റെ അഭിപ്രായം? അതായത് ഇപ്പോൾ സൈജ മാഡം പറഞ്ഞെടുത്തു എന്ന് തന്നെ തുടങ്ങാം. അതായത് നമ്മളൊരു യന്ത്രവൽക്കരണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യന്ത്രവൽക്കരണം ആരംഭിച്ചു കൃഷിയിൽ. ആ സമയത്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. പുരുഷന്മാർ മുന്നോട്ട് കൂടുതൽ പോവുകയും സ്ത്രീകൾ പേടിയോടെ യന്ത്രങ്ങളെ കാണുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകൾ പിന്നോട്ട് മാറി എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക കർമ്മസേനയുണ്ട്, തൊഴിൽ സേനകളുണ്ട്, അതുപോലെ ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾക്കുള്ള പരിശീലനങ്ങൾ നമ്മൾ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ പരിശീലനങ്ങൾ
കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ ഇപ്പം തന്നെ കാർഷിക കർമ്മസേനയിലൊക്കെ ധാരാളം സ്ത്രീകൾ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളും നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കൃഷി മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സ്ത്രീ കർഷകരെ എത്രമാത്രം വൈദഗ്ധ്യമുള്ളവരാക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ നിയന്ത്രണത്തിലാവണം ആ സംവിധാനം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവരിതിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇതിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള നല്ല പരിശീലനം കൃഷിവകുപ്പ് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അപ്പം മേഡം പറഞ്ഞത് യന്ത്രവൽക്കരണം വന്ന സമയത്ത് വനിതകൾ കുറച്ച് കൃഷിയിൽ നിന്ന് പുറകോട്ട് പോവുകയും അതിന് കൂടുതൽ ട്രെയിനിങ് ലഭിച്ച് പരിശീലനങ്ങൾ ലഭിച്ചതിന് ശേഷം വനിതകൾ കൂടുതൽ മുന്നോട്ട് വന്ന് ഇപ്പം വളരെ സജീവമായിട്ട് കൃഷിയിൽ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വനിതാ സംരംഭക എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും മാഡം പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇപ്പോൾ കൂടുതൽ സ്ത്രീകളും കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറികൾ നേരത്തെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വിഷമയമായ പച്ചക്കറികളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ള ഒരു ബോധവൽക്കരണം തന്നത് തന്നെ കൃഷി വകുപ്പാണ്. അവരത് കൂടുതൽ നമ്മളെ ഒന്ന് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം തന്നോടുകൂടി ഒരുപാട് സ്ത്രീജനങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ 20 വർഷത്തോളമായി പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഞാൻ എൻ്റെ വീട്ടുവളപ്പിൽ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങി. അത് വളരെ വിജയകരമായി. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് തീർത്തും വിഷരഹിതം തന്നെയാണ്. നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് കഴിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും അത് കൊടുക്കണം, കുറച്ച് ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു തോന്നലുകൂടി 1 ഏക്കർ സ്ഥലം ആദ്യം പാട്ടത്തിനെടുത്തു, പിന്നെ 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തു. അത് എനിക്ക് വളരെ വലിയ വിജയമായിരുന്നു. ഞങ്ങളിത് ചെയ്യുന്ന കണ്ടപ്പം എൻ്റെ കൂടെ കുറേ സ്ത്രീ ജനങ്ങൾ കൂടി കൃഷി ചെയ്യാനായിട്ട് JLG ഗ്രൂപ്പ് രൂപീകരിച്ചു. അതുകൂടാതെ ഇപ്പം ക്ലസ്റ്റർ രൂപീകരിച്ച് അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ഏതാണ്ട് 5 ഹെക്ടർ സ്ഥലത്തോളം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഏറ്റവും ദുർഘടമായ പ്രദേശം പൊന്നാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ 5 ഹെക്ടർ സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞ 2021-22 വർഷത്തെ സംസ്ഥാന അവാർഡ് പോലും ഞങ്ങൾ മേടിച്ചെടുക്കുകയുണ്ടായി. ടൺ കണക്കിന് പച്ചക്കറി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നെടുങ്കണ്ടം BLFO മാർക്കറ്റിൽ കൊണ്ട് വിറ്റഴിക്കുന്നു. ഞങ്ങൾ അത്രയും പച്ചക്കറി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ആ BLFO മാർക്കറ്റിന്റെ ഒരു ഉത്തരവാദിത്വം പോലും ഞങ്ങളിലായത്. അതിന്റെ പ്രസിഡന്റായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന് എന്തായാലും ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ആ മാർക്കറ്റ് കൊണ്ട് വളരെ ഗുണകരമായി. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നല്ല വില കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അതുകൂടെ നമ്മുടെ കൃഷി വകുപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്, വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ വർഷവും ഈ കർഷകർക്ക് അവർക്ക് കൃഷിക്ക് ആനുപാതികമായിട്ട് നല്ലൊരു തുക സബ്സിഡി കൊടുക്കുന്നു, കൃഷി ചെയ്യാനായിട്ട് റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം കർഷകരെ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്നും അത് നിലനിൽക്കുന്നു. അങ്ങനെ നെടുങ്കണ്ടം ബ്ലോക്കിൽ തന്നെ 26 ക്ലസ്റ്ററുകളുണ്ട്. ഈ 26 ക്ലസ്റ്ററുകളും കൂടി രൂപീകരിച്ചതാണ് നെടുങ്കണ്ടം BLFO മാർക്കറ്റ്. ഇപ്പോൾ അത് ജില്ലാ മാർക്കറ്റായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനിയും വളരെ പുരോഗതി ഉണ്ടാകും. കൂടുതൽ സ്ത്രീജനങ്ങൾ ഈ രംഗത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. നന്നായിട്ട് വിജയിച്ചു പോകും. സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരറിവാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങുകയും വിപുലമായിട്ടുള്ള രീതിയിലേക്ക് ഇത് എത്തിപ്പെടുകയും ചെയ്തു. നിരവധിയായിട്ടുള്ള പ്രോത്സാഹനങ്ങളും ട്രെയിനിങ്ങുകളും കിട്ടിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ കൃഷി വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിന് എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം? വളരെ ശരിയാണ്. കാരണം ഞാനൊരു കുടുംബശ്രീയിലൂടെയാണ് കൃഷിയിലേക്ക് കടന്നു വന്നത്. 2007 ഞാൻ കുടുംബശ്രീയിൽ വന്നത്. 2010 JLG രൂപീകരിച്ചത്. അപ്പോൾ JLG രൂപീകരണം എന്ന് പറയുന്നത് സ്ത്രീജനങ്ങളെ കൃഷിയിലേക്ക് ഇറക്കുക എന്നുള്ളൊരു കാരണം ഞാൻ ആദ്യം ഒരു കർഷകയായിട്ട് ആവുന്നപ്പോൾ ഞാനൊരു കർഷക കുടുംബത്തിലോ ജനിച്ചൊരു വ്യക്തിയല്ല. അപ്പം എനിക്ക് കൃഷിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. അപ്പോൾ ആ കൃഷി എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കുടുംബശ്രീയിലൂടെ കർഷക ക്ഷേമ വകുപ്പ് അവരുടെ മേൽനോട്ടത്തിൽ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയും ആ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വളരെ പ്രയോജനമായി തീരുകയും ചെയ്തു. അങ്ങനെ കൃഷി ചെയ്തു. ആദ്യം ചെയ്ത കൃഷിയിലെല്ലാം വളരെ പരാജയപ്പെട്ട സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പിന്മാറിയെങ്കിലും അതിനെ എങ്ങനെ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു വളരെ ആഗ്രഹം മനസ്സിൽ തോന്നി. അപ്പം അതിന്റെ ഫലമായിട്ട് പല കാർഷിക മാസികകളും കർഷകൻ പിന്നെ അതുപോലുള്ള മാസികകൾ വായിക്കുകയും അതിലുണ്ടായിരിക്കുന്ന ചെറിയ നുറുങ്ങു വിദ്യകൾ അത് ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കുകയും അത് ജീവിതത്തിൽ പിന്നെ പരീക്ഷിച്ചു നോക്കുകയും വിജയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അത് പരീക്ഷിച്ച് കാരണവന്മാരായിട്ടുള്ള അതായത് പഴയ തലമുറകളോട് പല രീതിയിലുള്ള കൃഷികൾ എങ്ങനെ ചെയ്യണമെന്നത് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പം അത് ഇന്ന് ഞാൻ ഈ പിന്നെ വനിതാ ദിനത്തിൽ പറയുന്ന കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ തീരുമാനിച്ചാൽ അത് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടായാൽ അത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമേ ഉള്ളൂ.
എൻ്റെ ഒരു അവസ്ഥ പറയുവാണെങ്കിൽ എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു. വീട്ടിൽ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുടുംബം നോക്കണമെന്ന് വിചാരിച്ചാണ് ഭർത്താവ് ജോലിക്ക് പോയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ തീരെ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ കൃഷി എങ്ങനെ വിജയിപ്പിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് ഒരു കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചത്. അന്ന് 2014-15 വർഷത്തെ ആത്മയുടെ അവാർഡ് എനിക്കാണ് ലഭിച്ചത്. 2010 ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ആദ്യത്തെ 2 വർഷം കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. പിന്നെ ആ ഒരു പഠന രീതിയിലൂടെ പച്ചക്കറി കൃഷികൾ, പയറ്, പാവല്, ചേന, ചേമ്പ്, കപ്പ അങ്ങനെയുള്ള കൃഷികളാണ് ആദ്യം ചെയ്തത്. പിന്നീട് ഇത് ഏകദേശം 6 ഏക്കർ സ്ഥലത്തോളം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. അത് കൃഷി വിജയിച്ചു കഴിഞ്ഞപ്പം പല സ്ഥലങ്ങളിൽ നിന്നും കൃഷി കാണുവാനായിട്ട് വീട്ടിൽ വരാൻ തുടങ്ങി. അതിന്റെ ബേസിൽ പലരും വിത്തുകൾ, തൈകളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ തോന്നിയ ഒരു ഐഡിയയാണ് നേഴ്സറി എന്നുള്ളൊരു ആശയം. അപ്പം ഞാനത് ആലോചിച്ചപ്പം ഞാനൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിനൊരു മൂല്യം, അതൊരു വില കൊടുത്ത് വാങ്ങിച്ചാൽ അത് നമ്മൾ നഷ്ടപ്പെടുത്തില്ല. അതേസമയം നമ്മളൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിന് അത്രേ വിലയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം, ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ എനിക്ക് വെറുതെ കിട്ടിയാൽ ഞാൻ അതിനൊരു വില കൊടുക്കാതെ അത് മാറ്റിയിടും. പക്ഷേ സമയം ഒരു സാധനം നമ്മൾ വില കൊടുത്ത് മേടിച്ചാൽ അതിനൊരു മൂല്യമുണ്ട്. അപ്പം ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നതിന് ശേഷമാണ് നേഴ്സറി എന്നൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഞാൻ കൃഷിഭവനെ സന്ദർശിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊരു നേഴ്സറി തുടങ്ങിയ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു നേഴ്സറി തുടങ്ങാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ നേഴ്സറി തുടങ്ങി. ആദ്യം ഇതിനകത്ത് യാതൊരു അറിവില്ലാത്തതുകൊണ്ട് ഏകദേശം 1-2 ലക്ഷത്തോളം രൂപ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അത്യാവശ്യം വീട്ടിൽ നിന്നുള്ള നല്ല വഴക്കൊക്കെ കേട്ടു. നിനക്ക് വേറൊരു പണിയില്ലേ എന്നൊക്കെയാണ് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചത്. പക്ഷെ അവിടെയും ആദ്യം ഞാൻ കൃഷി പരാജയപ്പെട്ട സ്ഥിതിക്ക് നേഴ്സറിയും പരാജയപ്പെട്ടപ്പോൾ അതും എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചേ മതിയാവും എന്നുള്ളൊരു വളരെ ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് അവരെനിക്ക് ക്ലാസ് തരാനിടയായി. കൃഷിവിജ്ഞാന കേന്ദ്ര ശാന്തമ്പാറയിൽ ചെന്ന് ഞാൻ ഇതിന്റെ ക്ലാസ് കൂടുവാനിടയായി. ആ ക്ലാസ് കൂടുവാനിടയായ സ്ഥിതി അവര് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. ആ ഒരു പ്രോത്സാഹനം കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ത്രീ കൃഷിയിലേക്ക് കടന്നു വരുമ്പോൾ കൃഷി വകുപ്പ് നമ്മളെ വളരെയധികമായി സഹായിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു സഹായം നമുക്ക് വളരെ ഹെൽപ്പാണ്. നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്വയം പഴിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിക്കാതെ അതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് എനിക്കുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം 2015 യുവ കർഷക സംസ്ഥാന അവാർഡ് എന്നെ തേടിയെത്തി. അതും ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. കാരണം ഒരു കൃഷി വകുപ്പിന്റെ വളരെ അവരുടേതായ ഒരു എൻ്റെ ഫീൽഡിൽ വന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരുമായിരുന്നു. അതിൻ്റെ പ്രോത്സാഹനം, ഒരു സാമ്പത്തികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ വളരെ എനിക്ക് അനുഭവപ്പെട്ടത് എന്ത് ചെയ്താൽ എൻ്റെ കൃഷി വിജയിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു അറിവായിരുന്നു. അപ്പോൾ അറിവ് എനിക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। അപ്പം നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ തക്കവിധം സ്ത്രീകൾ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ കുടുംബശ്രീ നിലവിൽ വന്നപ്പോൾ സ്ത്രീ ശാക്തീകരണമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. കുടുംബശ്രീയിലൂടെ സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങാനും ഏതൊരു ജോലിയും ചെയ്യാൻ തയ്യാറായി. അതിനു മുൻപ് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളാണ്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളും പുറം ലോകത്തിലേക്ക് ഇറങ്ങാനും എല്ലാ മേഖലകളിലും തങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിക്കുവാൻ തക്കവിധം
പ്രാപ്തരായി എന്നുള്ളതാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പം നമ്മളിവിടെ കേട്ട് കഴിഞ്ഞത്. ഒത്തിരിയേറെ പ്രതിസന്ധിയിൽ നിന്നും നിരവധിയായ അവാർഡുകൾ ഇവർക്ക് വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി സാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനവും ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ വളരെ വിജയകരമായിട്ട് തൊഴിൽ മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് സ്ത്രീകൾക്കുണ്ടെന്നുള്ളതാണ്. സ്ത്രീ സമത്വം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും കാർഷിക മേഖലയിൽ ഒരിക്കലും സ്ത്രീ സമത്വം നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും പുരുഷ മേധാവിത്വമാണ് കാർഷിക മേഖല കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലേക്കാണ് നമ്മുടെ സ്ത്രീകൾ ഇടിച്ചു കയറി നമ്മുടെ കയ്യൊപ്പ് അവിടെ പതിപ്പിക്കുവാൻ തക്ക വിധം യോഗ്യത നേടിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ പോലും വനിതകൾക്ക് നമ്മൾ ഒരു നിശ്ചിത ശതമാനം പൈസ മാറ്റിവെക്കണം. അത് ഇതുപോലെ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ ഗ്രൂപ്പായിട്ട് ഇപ്പം നേരത്തെ 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 പേരടങ്ങുന്ന ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർ കൃഷി ചെയ്യുന്നതിനനുസൃതമായിട്ട് നമുക്ക് പൈസ കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ മെഷീനറി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗ്രൂപ്പുകൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പുകളെയൊക്കെ കണ്ടെത്തുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മെഷീനറി ഉപയോഗിച്ചുള്ള കാരണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന്റെ കുറവായിരിക്കാം അതിന് കാരണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കാർഷിക മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് മാർക്കറ്റിംഗ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് അതിന് തക്ക രീതിയിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പലപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന്, കർഷകരുടെ ഇടയിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അതുപോലെ തന്നെ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധനത്തിൽ നിന്ന് പല വസ്തുക്കളാക്കി മാറ്റി, അതായത് ഉദാഹരണത്തിന് ചക്കയാണെങ്കിൽ തന്നെ ചക്കയുടെ ഒത്തിരി ഉപ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാനായിട്ടും അവ മാർക്കറ്റിംഗ് നടത്തുവാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട ട്രെയിനിങ്, വേണ്ട മെഷീനറി, അതുപോലെ തന്നെ ഇതിന് കണ്ടെത്തേണ്ട പൈസ, അതൊക്കെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മാറാറുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പ്രധാനമായിട്ടും നമുക്ക് 3 കാര്യങ്ങളിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും നന്നായി ശോഭിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മുടെ കൃഷി ചെയ്യുക എന്നുള്ളത്. ഒരു വനിത കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ നല്ല ഭക്ഷണം ലഭിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അത് ഒരു വനിതാ കർഷകർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഒന്ന്, കൃഷിയിൽ വനിതകൾ കൂടുതലായിട്ട് ശ്രദ്ധ വയ്ക്കുക, കൂടുതലായിട്ട് ഇറങ്ങുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന ഒരു കാര്യം, നമ്മുടെ കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ വനിതകൾ പ്രാപ്തരാണ്. അവർ അതിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് നമുക്ക് വനിതകളിലൂടെ മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മൂന്നാമത്, ഏറ്റവും ഭംഗിയായിട്ട് വനിതകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പതിപ്പിക്കാനും പറ്റിയ ഒരു മേഖലയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗ് ഒരു സംരംഭകയാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഏത് വനിതയും പ്രവർത്തിച്ചാൽ അവർക്കതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ച മഞ്ജുവും അതുപോലെ തന്നെ ജെസ്സിയും പങ്കുവച്ചത്. ഈ ഒരു കാര്യം ഏത് വനിതകൾക്കും ഭാവിയിൽ ഉപയോഗപ്രദവുമാണ്. അവർക്ക് ഈ ഒരു സംരംഭകരാകാനുള്ള ഇന്നത്തെ നമുക്കറിയാം, മാധ്യമ ലോകവും വളരെയധികം വിശാലമായ ഒരു സാഹചര്യത്തിൽ വനിതകൾക്ക് ഇതിന് തീർച്ചയായിട്ടും സാധിക്കും. ഈ 3 കാര്യങ്ങളിൽ വനിതകളെ പ്രാപ്തരാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന കൃഷി വകുപ്പും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയും പ്രവർത്തിക്കുന്നത്. കൃഷി രീതികൾക്കും അതുപോലെ തന്നെ സംസ്കരണത്തിനും വാല്യൂ അഡീഷനും അതോടൊപ്പം തന്നെ മെഷീനറികൾ ഉപയോഗിക്കുന്നതിലും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ, നിർദ്ദേശങ്ങൾ, അവരെ മാതൃകാ പ്രദർശനങ്ങൾ, അതോടൊപ്പം തന്നെ ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസിനെ വനിതകളായ കർഷകർക്ക് കാണിച്ചു കൊടുക്കുന്നതിനുള്ള പഠനയാത്രകൾ എന്നിവയെല്ലാം ആത്മ പ്രൊജക്ട് ഡയറക്ടറേറ്റിന്റെ ഭാഗമായി നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംരംഭകരായ കർഷകർക്ക് ആവശ്യമായ വാല്യൂ അഡീഷൻ പ്രോഗ്രാംസിന് ആവശ്യമായ സബ്സിഡികൾ, അതുപോലെ തന്നെ പുതിയ നഴ്സറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാനുള്ള സബ്സിഡികൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ബാങ്ക് ലോൺ അവൈൽ ചെയ്യാനുള്ള AIF സ്കീം, ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ഏകോപനം കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കൃഷി വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വനിതകളായ കർഷകർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങൾക്കും കൃഷി വകുപ്പും ആത്മയും എപ്പോഴും കർഷകരുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്.
ഇപ്പം മാഡം പറഞ്ഞത് വനിതാ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടി കൃഷി വകുപ്പും ആദ്മയും എപ്പോഴും വനിതാ കർഷകരോടുകൂടി ഉണ്ടായിരിക്കുമെന്നതാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവരിൽ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കൃഷി വകുപ്പ് വഴിയും അല്ലാതെ മറ്റ് സ്ഥാപനങ്ങൾ വഴിയും നിരവധിയായിട്ടുള്ള സബ്സിഡികൾ അല്ലെങ്കിൽ ലോണുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഇതൊന്നും ഇതിനർഹതപ്പെട്ട സ്ത്രീകളുടെ കൈകളിലെത്തുവോ അവരറിയുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുവേ കേൾക്കുന്നുണ്ട്. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് സാധാരണക്കാരറിയുന്നത്. അപ്പോൾ അത് സാധാരണക്കാരിൽ എത്തിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. പ്രധാനമായും നമുക്കുള്ളത് നമ്മുടെ പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ വനിതകൾക്ക് ആവശ്യമായ പദ്ധതികൾ, ഇവയെക്കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃഷി വകുപ്പിൽ നിന്ന് കൃഷി വകുപ്പിൻ്റെ ഏറ്റവും താഴെ ഉള്ള കർഷകരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന യൂണിറ്റായ കൃഷിഭവനിൽ നിന്നാണ് ഈ എല്ലാ നിർദ്ദേശങ്ങളും കർഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വനിതകളോടും എല്ലാ കർഷകരോടും ആവശ്യപ്പെടാനുള്ള കാര്യം, എന്താണ് കർഷകൻ ആവശ്യമെന്ന് തീർച്ചയായിട്ടും കടന്നു ചെന്ന് പറയാവുന്ന ഒരിടമായി അവരുടെ കൃഷിഭവനെ അവർ കരുതേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള പരിശീലനങ്ങൾ കൃഷി ഓഫീസർ കൃഷി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാക്കുവാനായിട്ട് സാധിക്കും. കർഷകർക്കും കർഷക ഗ്രൂപ്പുകൾക്കും പ്രധാനമായിട്ടും നമുക്ക് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ, JLG സംഘങ്ങൾ എന്നിവ കൂട്ടമായി പല പരിശീലനങ്ങളും ആവശ്യപ്പെടാറുണ്ട്. നമുക്ക് ആ പരിശീലനങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് സാധിക്കാറുമുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന പുതുതായിട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന 2 പ്രധാന പദ്ധതികൾ നമ്മളിപ്പോൾ SHM പദ്ധതി മുഖേന നമ്മൾ മഷ്റൂം വില്ലേജ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മില്ലറ്റ്, നമുക്ക് ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപകമാക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. ഈ പദ്ധതികളിലൊക്കെ വനിതകളായ കർഷകർക്ക് ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും നൽകാൻ നമുക്ക് ആത്മയിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും അതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കൃഷി വകുപ്പ് മുഖേന നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർഷകരോട് നമുക്കുള്ള അഭ്യർത്ഥന, എന്താണ് അവർക്ക് ആവശ്യം എന്നാൽ നമുക്ക് അത് നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരെ അത് ധരിപ്പിക്കുക. പ്രത്യേകിച്ചും ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ വളരെ മുൻഗണനയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നൽകുന്നത്. അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വൈഗ പോലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും കർഷകരും അതോടൊപ്പം തന്നെ സംരംഭകരും അതോടൊപ്പം തന്നെ നമുക്കറിയാം വിപണനം രംഗത്തുള്ളവരുമായിട്ടുള്ള B2B മീറ്റുകൾ വളരെ സജീവമായി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ കർഷകർ തീർച്ചയായിട്ടും വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു. നമ്മൾ കൃഷി കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മെഷീനറി ഉപയോഗിച്ചുള്ള കൃഷികൾക്ക് പരിശീലനം, മെഷീനറി ഉപയോഗിച്ചുള്ള കൃഷികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് നമ്മളിപ്പോൾ ചർച്ചയിൽ നിന്ന് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള ഒരു വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത് വാങ്ങിക്കുവാനുള്ള സാമ്പത്തികമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബാങ്കുകളെ സമീപിക്കുമ്പോൾ പലപ്പോഴും അവർ പലതരത്തിലുള്ള മുടന്ത് ന്യായങ്ങൾ പറഞ്ഞ് അവരെ തിരിച്ചയച്ച് അവരുടെ ആ ചെയ്യാനുള്ള പ്രവണതയെ മന്ദീഭവിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനു മുമ്പ് സംസാരിച്ച ചില കാര്യങ്ങളോടുള്ള എൻ്റെ ഒരു വിയോജിപ്പും കൂടെ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ വനിതകൾ നമ്മുടെ നാട്ടിൽ ഒരു നിശബ്ദ വിപ്ലവമാണ് ശരിക്കും കൃഷിയിൽ നടത്തുന്നത്. അത് പലപ്പോഴും പുറത്തേക്ക് അറിയാറില്ല. ഒരു 2015-16 കാലഘട്ടങ്ങളിൽ നമ്മൾ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ കുറച്ച് പേര് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അന്നത്തെ ഒരു കണക്കെടുത്താൽ വായിച്ച അറിവ് വെച്ച് പറയുകയാണ്, ഏതാണ്ട് ഒരു 6 ലക്ഷം മെട്രിക് ടണ്ണാണ് നമ്മുടെ പച്ചക്കറി ഉൽപ്പാദനം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഈ പച്ചക്കറി വികസന പദ്ധതി, കേരള സർക്കാരിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് വന്ന പച്ചക്കറി കൃഷി വികസന പദ്ധതി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ സമയത്ത് ഒരു കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 15 ലക്ഷത്തിനടുത്ത് അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ആ വിപ്ലവം ഉണ്ടാക്കിയത് വനിതകൾ തന്നെയാണ്, ഒരിക്കലും അത് പുരുഷന്മാരല്ല. അതായത് നമ്മുടെ ചെറിയ ചെറിയ ഹോൾഡിങ്സുകളിൽ, അതായത് ചെറിയ ചെറിയ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ ബാക്ക് നമ്മുടെ അടുക്കള തോട്ടം എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വനിതകളാണ് ശരിക്കും ആ മുന്നേറ്റം കൊണ്ടുവന്നിരിക്കുന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ നമ്മുടെ ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രയോറിറ്റി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, സുഭിക്ഷ കേരളം എന്ന് പറഞ്ഞ പദ്ധതി. അതിൽ നമ്മുടെ റെയിൻ ഷെൽട്ടറുകൾ, മഴമറ, അപ്പം നമ്മൾ ഇപ്പം നൂതന സാങ്കേതിക വിദ്യയെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ
മഴമറകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് സ്ത്രീകളാണ്. ഏതാണ്ട് 2300 മഴമറ ഉണ്ടാക്കിയപ്പോൾ അതിൽ 1500 എണ്ണവും സ്ത്രീകളുടെ സംഭാവനയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും വനിതകൾ ഇതിനകത്ത് കുറച്ചാണ് സംഭാവന നൽകുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും അത് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിസിറ്റിയിലേക്ക് വരുമ്പോഴേ കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മെഷീനറി സംവിധാനങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വാങ്ങാനുള്ളത്, അതിന് നമ്മുടെ കൃഷി വകുപ്പിന്റെ തന്നെ പല പദ്ധതികളുണ്ട്. സ്മാം എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സൈജമാഡ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന ഫണ്ട് നമ്മൾ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, AIF എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് ചെയ്യാം. അതുപോലെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതിയുണ്ട്, അതിലും നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സംസാരിച്ചു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സ്ത്രീകൾ നിരവധിയായിട്ടുള്ള കൃഷികൾ ചെയ്യുകയും അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും പബ്ലിസിറ്റിയോ ഫലമോ അനുഭവിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. അതെല്ലാം പുരുഷ മേധാവിത്വത്തിനടിയിൽ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൃഷിയായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് നമ്മുടെ സ്ത്രീകൾ എന്നുള്ളതാണ്. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ഓരോ സ്ത്രീകൾക്കും നിരവധിയായ ജോലികളുണ്ട്. കുടുംബം നോക്കണം, കുട്ടികളെ നോക്കണം, ഭർത്താവിന്റെ കാര്യം നോക്കണം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ വിജയം കൈവരിക്കുന്നതിന് നമ്മുടെ സ്ത്രീകൾക്ക് സാധിക്കുന്നത്. ഒരുപാട് പരിമിതികളുണ്ട്. അതായത് പുരുഷന്മാർ ഇറങ്ങിച്ചെല്ലുന്ന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൃഷികൾ നടത്തുവാൻ നമ്മുടെ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. എങ്കിൽ പോലും മികച്ച രീതിയിൽ 100% വിജയം കൈവരിച്ച സ്ത്രീകളാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പം ഇവരെ നമ്മൾ ഇവിടെ വിളിച്ചതുകൊണ്ട് മാത്രം അറിയുന്നു. ഒരുപാട് സ്ത്രീകൾ നിരവധിയായിട്ടുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പല കുടികളിലും അവരുടെ തനത് വിളകൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഭക്ഷിക്കുന്ന ST കോളനികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ സ്ത്രീകളുണ്ട്. അപ്പൊ ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടത്. സ്ത്രീ ശാക്തീകരണം കൃഷിയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയിൽ പങ്കെടുത്തവർ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ആഷ എസ്, ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഇടുക്കി ശ്രീമതി സൈജ ജോസ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി ബേബി, നെടുങ്കണ്ടം വലിയ തോവാളയിലെ കർഷകയും സംരംഭകയുമായ ശ്രീമതി മഞ്ജു മാത്യു, നെടുങ്കണ്ടം പഞ്ചായത്തിലെ കർഷക ശ്രീമതി ജെസി കുര്യൻ എന്നിവർ ചർച്ച നയിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി ബേബി. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.